യുദ്ധം തുടങ്ങി നാളുകൾ പിന്നിടുകയാണ്. ശ്രീ നാരായണ ഗുരു പറഞ്ഞ ഒരു നല്ലൊരു വാചകമുണ്ട്: അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരയണം. എന്നാൽ ഈ യുദ്ധം കൊണ്ട് ആർക്കെങ്കിലും സുഖമുണ്ടോ? ഒന്നുമില്ല. യുദ്ധഭീതിയിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, ഉറ്റവരെ കാണാൻ കഴിയാതിരിക്കുന്ന എത്രയോ നമ്മുടെ സഹോദരങ്ങൾ, ഭീതിയിലായിരിക്കുന്ന ആ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? 34-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം: സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. കയ്യും കെട്ടി നോക്കിയിരുന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. നമുക്കെന്ത് ചെയ്യുവാൻ കഴിയും? അറ്റ്ലീസ്റ്റ് എല്ലാ ദിനവും ചില നിമിഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായി കഴിയുമോ? ലോക നേതാക്കൾക്ക് മനസ്സിനൊരു മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. മതം മൃഗീയതയല്ല, അത് മനുഷ്യത്വമായി മാറണം. യുദ്ധം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത് നഷ്ടങ്ങളാണെന്ന് അവർ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരു അനുരഞ്ജനം സാധ്യമാകും. ആരാണ് ദൈവമക്കൾ എന്നുള്ളതിന് വേദപുസ്തകത്തിൽ മനോഹരമായൊരു നിർവചനമുണ്ട്. ഭാഗ്യവചനങ്ങളിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആരാണോ സമാധാനം ഉണ്ടാക്കുന്നത് അവരാണ് ദൈവത്തിന്റെ മക്കൾ. നമുക്കതിന് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഇന്നൊന്ന് പ്രാർത്ഥിക്കണം അനുരഞ്ജനത്തിനായി. ഇതിൽ ആരാണ് ആദ്യം ക്ഷമിക്കുക? വേദപുസ്തകം പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്തവൻ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കണം. അതാണ് ക്രൂശിൽ നാഥൻ നമുക്കായി കാണിച്ചു നൽകിയ മാതൃക. അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ. കാരണം നമുക്കറിയില്ല എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്. പരസ്പരം ക്ഷമിക്കുന്ന, കീഴടങ്ങുന്ന ഒരു അനുഭവം വരുമ്പോൾ യുദ്ധം അവസാനിക്കും. നമ്മുടെ ഉള്ളിൽ സമാധാനം വിരിയും. അതിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.